എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് 3 ഇംഗ്ലീഷ്, അതിൽ യൂണിറ്റ് 5 ഹോണസ്റ്റി പേസിലെ ആക്ടിവിറ്റി 7ഉമായിട്ടാണ്. ആക്ടിവിറ്റി 7 തോട്ട്സ് ആണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. എവറി ഡേ യു വർക്ക് ലൈക്ക് എ ഹോഴ്സ്, but your pockets are always empty, his wife said. The farmer left the house without uttering a word. What may be his thought? Write down. അപ്പോൾ കാർണിവലിന് പോകേണ്ട കാര്യം പറയുമ്പോൾ എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാർമറിൻ്റെ ഭാര്യ കൊടുക്കുന്ന റിപ്ലൈ ആണ്, നീ എല്ലാ ദിവസവും ഒരു കുതിരയെ പോലെ പണിയെടുക്കുന്നു, ബട്ട് യുവർ പോക്കറ്റ്സ് ആർ എംപ്റ്റി, നിന്റെ പോക്കറ്റിൽ എന്നിട്ടും എന്തില്ല, ഒന്നുമില്ല. അപ്പോൾ ദ ഫാർമർ ലെഫ്റ്റ് ദ ഹോം വിത്തൗട്ട് അട്ടറിങ് എ വേർഡ്. ഫാർമർ എന്ത് ചെയ്യാണ്, ഒരു വാക്കുപോലും പറയാതെ ആ ഒരു വീടിൻ്റെ പുറത്തേക്ക് പോവുകയാണ്. വാട്ട് മേ ബി ഹിസ് തോട്ട്സ്, എന്താണ് അവരുടെ തോട്ട്സ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ തോട്ട്സ് എന്താണെന്ന് ഞാനൊന്ന് പറയാം. ഐ ഡോണ്ട് ഹാവ് എനി മണി, എൻ്റെ അടുത്ത് പൈസയൊന്നുമില്ല. മൈ വൈഫ് വാണ്ട്സ് ടു ഗോ ടു ദ കാർണിവൽ, എൻ്റെ ഭാര്യയ്ക്ക് എന്തിനു വേണം, ആ ഒരു കാർണിവൽ ഉത്സവത്തിന് പോകണം. ഐ വാണ്ട് ടു മേക്ക് ഹർ ഹാപ്പി, എനിക്ക് അവിടെ എന്ത് ചെയ്യണം, വളരെ സന്തോഷമായിട്ട് കൊണ്ടുപോകണം. വാട്ട് ക്യാൻ ഐ ഡു, എന്താണ് ഞാൻ ചെയ്യുക. വേർ ക്യാൻ ഐ ഗെറ്റ് മണി, എവിടെ നിന്നാണ് എനിക്ക് ആ ഒരു പൈസ കിട്ടുക. ഓ ഐ റിമെമ്പർ മൈ ഗോൾഡ് കോയിൻ, ഞാൻ എൻ്റെ ഗോൾഡ് കോയിൻ ഓർക്കുന്നു. ഇറ്റ്സ് ഇൻ ദ പാലസ് വാൾ, അതെവിടെയാണുള്ളത്, ആ ഒരു പാലസിലെ വാളിലാണുള്ളത്. ഐ വിൽ ഗെറ്റ് ഇറ്റ്, ഞാനത് എടുക്കും. ഐ വിൽ സെൽ ഇറ്റ്, ഞാനത് വിൽക്കും. ഐ വിൽ ഗെറ്റ് മണി, എനിക്ക് എന്ത് ചെയ്യും, അതിലൂടെ പൈസ കിട്ടും. ദെൻ ഐ വിൽ ടേക്ക് മൈ വൈഫ് ടു ദ കാർണിവൽ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഭാര്യയെ ആ ഒരു കാർണിവലിന് കൊണ്ടുപോകും. ബട്ട് വിൽ ഇറ്റ് സ്റ്റിൽ ബി ദെയർ, അത് അവിടെ തന്നെ ഉണ്ടാവുമോ. ഐ വിൽ ചെക്ക്, ഞാൻ നോക്കും. ദർ ആർ ഗാർഡ്സ് അറ്റ് ദ പാലസ്, ആ പാലസിൽ എന്തുണ്ട്, കുറച്ച് ഗാർഡ്സ് ഒക്കെ ഉണ്ട്. ഇറ്റ് മൈറ്റ് ബി ഡിഫിക്കൾട്ട്, അതൊരു പ്രയാസമുള്ള കാര്യമായിരിക്കും. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഇത്രയുമൊക്കെ ആയിരിക്കും ആ ഒരു ഫാർമർ ഈ സമയം ചിന്തിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, ഊഹിക്കുകയാണ്. ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഫാർമർ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊരു എന്ത് ചെയ്യുക, ഒരു മോഡലായിട്ട് മാത്രം എടുത്തിട്ട് കുട്ടികളെ സ്വന്തമായിട്ട് എഴുതിക്കാൻ വേണ്ടിയിട്ട് വേണം എല്ലാ പാരൻസും അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണം ചെയ്യാൻ. അല്ലാതെ ഇത് നേരെ കണ്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രവണതയിലേക്ക് എന്ത് ചെയ്യരുത്, പോവരുത്. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.